everyone, this is an online lecture series from SNIT Adur. My name is Swati Sudan. I am working as an assistant professor in EE department of SNIT Adur. Today we are going to study the subject electromagnetics. Okay. So in this session, നമ്മൾ പറയാൻ പോകുന്നത് Module 1 revision part 1 എന്ന ഒരു വീഡിയോ. അത് Module 1ന്റെ part 1 റിവിഷൻ ആയിരുന്നു. അതിനകത്ത് കുറച്ച് ഹോംവർക്ക്സ് ഉണ്ടായിരുന്നു. സോ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ അതിൻ്റെ ഹോംവർക്കിൻ്റെ സൊല്യൂഷൻ്റെ ഡിസ്കഷനാണ്. ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് യു ക്യാൻ റെഫർ ദ ടെക്സ്റ്റ് ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്സ് ബൈ മാത്യു അനു സാധിക്കും. പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇലക്ട്രോമാഗ്നറ്റിക്സ് ബൈ ഡോക്ടർ പി ധനഞ്ജയൻ. ആൻഡ് ഇഫ് യു വാണ്ട് ടു സീ ദ പ്രീവിയസ് ലെക്ചേഴ്സ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടുന്ന നമുക്ക് ടോപ്പിക്ക് എന്തെങ്കിലും ആ ടോപ്പിക്കിനെ പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ദിസ് ലിങ്ക്. സോ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് ഒരു സോളിനോയിഡൽ വെക്ടറിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ സോളിനോയിഡലിൻ്റെ കേസാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഷോ ദാറ്റ് ദ വെക്ടർ h is equal to 3y raised to 4 z square ax plus 4x square z square ay plus 3x square y square az is solenoid. So നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്. Okay, so from this we can directly understand that this is a Cartesian coordinate system. അല്ലേ, Cartesian coordinate systemത്തിലുള്ള ഒരു വെക്ടർ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? We need to prove that the given vector is solenoid. Okay, so ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സോളിനോയിഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ എ വെക്ടർ ടു ബി സോളിനോയിഡ്. ഓക്കെ, സോ ഒരു വെക്ടർ സോളിനോയിഡിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇറ്റ്സ് ഡൈവേർജൻസ് ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന വെക്ടറിൻ്റെ ഡൈവേർജൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിരിക്കണം? അത് 0 ആയിരിക്കണം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സോ പ്രീവിയസ് ഹോംവർക്കിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലം ചെയ്തിരുന്നു അല്ലേ. സോ അതേ കാര്യം ഇവിടെയും കൂടെ ചെയ്യണം. ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഡൈവേർജൻസിനകത്ത് ഡെല്ലിൻ്റെ ഇക്വേഷൻ അറിയാം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്നും തന്നിരിക്കുന്ന എച്ചിൻ്റെ ഇക്വേഷൻ എടുത്ത് എഴുതുക. സോ വി ആർ കാൽക്കുലേറ്റിംഗ് ദ ഡൈവേർജൻസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ടേംസ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് സോളിനോയിഡിലാണോ അല്ലയോ. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. സോ ഫസ്റ്റ് ടേം നോക്കിക്കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എക്സ് ഒഴികെ ബാക്കി എല്ലാ ടേംസിനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടിട്ട് എക്സിൻ്റെ ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ് പതിവ്. സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ ഡോ ബൈ ഡോ എക്സിൻ്റെ കൂടെ വരുന്നതിനകത്ത് എക്സിൻ്റെ ടേമേ ഇല്ല. അപ്പോൾ വിച്ച് മീൻസ് ദ എൻറ്റയർ term will be a constant. So derivative of a constant എന്ന് പറയുമ്പം അത് 0 ആകും. അതേപോലെ വൈയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുകയാണ്, ബട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ടേമിനകത്ത് വൈ ഇല്ല. സോ ദിസ് വിൽ ബി 0. അങ്ങനെ ഇസഡിൻ്റെ ടേം. ഓക്കെ, സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈനലി ഡെൽ ഡോട്ട് എച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്ക് തന്നത് എച്ച് എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. അതിന് ഡൈവേർജൻസ് എടുത്തപ്പോൾ നമുക്കത് 0 ആണെന്ന് കിട്ടി. സോ വിച്ച് മീൻസ് ദാറ്റ് ദ ഗിവൺ വെക്ടർ ഈസ് എ സോളിനോയിഡ്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു ആ ലെക്ചറിൽ. സോ ഇറ്റ് ഈസ് വെരിഫൈ വെദർ ദ വെക്ടർ ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു. സോ അനദർ വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ പേര് ഇ എന്നാണ്. ഇസ് ബോത്ത് സോളിനോയിഡൽ ആൻഡ് ഇറൊട്ടേഷണൽ. സോ സോളിനോയിഡലിൻ്റെ കേസ് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇനി അത് ഈസി ആയിരിക്കും. സോ യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, സോ നമുക്കിനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇറൊട്ടേഷണലിൻ്റെ കേസാണ്. സോ ഒരു വെക്ടർ തന്നാൽ അത് ഇറൊട്ടേഷണലാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ എ വെക്ടർ ഈസ് സെഡ് ടു ബി ഇറൊട്ടേഷണൽ വെൻ ഇറ്റ്സ് കേൾ. ഓക്കെ, അതായത് ആ വെക്ടറിൻ്റെ കേൾ എടുക്കുമ്പോൾ വിൽ ബി ഈക്വൽ ടു 0. സോ ഒരു വെക്ടർ ഇറൊട്ടേഷണൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ കേളിൻ്റെ ഇക്വേഷനൊക്കെ നമുക്കറിയാം അല്ലേ. സോ ഒരു ഡിറ്റർമിനൻ്റ് ഫോമുല ആണ്. സോ ഡെൽ ക്രോസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഇ എന്താണെന്ന് തന്നിട്ടുണ്ട്, ഇങ്ങനൊരു ഡിറ്റർമിനൻ്റ് വരും. സോ അതിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ്, സെക്കൻഡ് റോ എന്ന് പറയുന്നത് നമ്മളുടെ ഡെല്ലിൻ്റെ കോഎഫിഷ്യൻസ്, അതായത് ഡെല്ലിൻ്റെ എ എക്സിൻ്റെ കമ്പോണൻറ്റ്, എ വൈയുടെ കമ്പോണൻറ്റ്, എ സെഡിൻ്റെ കമ്പോണൻറ്റ്. ദെൻ ഇയുടെ എ എക്സിൻ്റെ കമ്പോണൻറ്റ്, എ വൈയുടെ കമ്പോണൻറ്റ്, എ സെഡിൻ്റെ കമ്പോണൻറ്റ്. സോ ഈ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യുക. സോ ഐ നോ all of you know how to solve a determinant. Okay, so ഈ വെക്ടർ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0, വിച്ച് മീൻസ് ദ ഗിവൺ വെക്ടർ ഇ is an irrotational vector. Okay, so ഇത്രയേ ഉള്ളൂ irrotational and solenoidal കൺസെപ്റ്റ്. So thank you.